ഹായ് ഹലോ, ഇന്ന് ഞങ്ങളുടെ നാട്ടിലെ മീനമ്പരണി ഉത്സവത്തിന് ഇന്നലെ രാത്രി കാളയെ റെഡിയാക്കി നിർത്തിയാണ് കേട്ടോ വീഡിയോ കണ്ടത്. ഇന്നലെ രാത്രി ഞങ്ങളൊന്ന് പുറത്ത് പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങിയപ്പോൾ കാളേനെ കണ്ടു, വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ പോയത്. അപ്പോൾ ബൈപ്പാസിൽ ഇതേ നല്ല എന്തോ ഒരു സംഭവം നടക്കുന്നുണ്ടെന്ന് കണ്ട് ഞങ്ങൾ ഇറങ്ങിയതാണ്. ഇതിൻ്റെ ബാക്കിലായിട്ട് താജ്മഹലൊക്കെ പണിതിട്ടുണ്ട് കേട്ടോ. പക്ഷേ നമുക്ക് അവിടെ ടിക്കറ്റ് കിട്ടിയില്ല, സമയം കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അപ്പുറത്തുള്ള യന്ത്രഊഞ്ഞാലിൻ്റെ ഭാഗത്തോട്ടൊക്കെ പോയി. അവിടെ ചെന്നപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഗെയിം കളിക്കാനാണ് പോയത്. എവിടെ പോയാലും ഇത് കണ്ടാൽ നമ്മൾ സ്ഥിരം കളിക്കുന്നൊരു ഗെയിമാണ്. അപ്പോൾ ഇത് 18 നമ്പർ കിട്ടിയാലേ അവിടെ നിന്നാണ് നമ്മുടെ ഗിഫ്റ്റിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത്. അപ്പോൾ ഒരെണ്ണം ഞങ്ങൾക്ക് 18ൻ്റെ അപ്പുറത്തെന്തോ കിട്ടി, പിന്നെ ഒരെണ്ണം 17 കിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഒന്നിൻ്റെ കുറവുള്ളൂ, എന്തെങ്കിലും കൂടെ താന്ന് പറഞ്ഞിട്ട് ഒന്നുമില്ല, രസമല്ലേ. അപ്പോൾ ഇത് ഈ 2 പാത്രം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ മരണക്കിണർ കാണാൻ വേണ്ടി പോയി. ഞാൻ കുറേ കാലത്തിന് ശേഷം കാണാൻ പോവുക. ഒരു പേടിയൊക്കെയാണ് ഇത് കാണുമ്പോൾ, എങ്കിലും ഞങ്ങൾ കയറി. നമ്മളത് കണ്ടിറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും അത് കാണുമ്പോൾ ഒരു പേടിയാണ്, അതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ. ഏതായാലും അവരുടെ അതിസാഹസികത കണ്ടിട്ട് 3 പേർക്കും വിജയശേട്ടൻ പോയി കൈയൊക്കെ കൊടുത്ത് പോന്നു. പിന്നെ നമ്മൾ സ്ഥിരം കയറുന്നത് ഈ ഒരു തീവണ്ടി പോലത്തെ സംഭവത്തിലാണ്. എല്ലാ പ്രാവശ്യവും ഇതിൽ ആൾക്കാർ കൂടുതൽ ഉണ്ടാകുമ്പോൾ വലിയ റിസ്ക് ഇല്ലായിരുന്നു. ഇപ്രാവശ്യം ഞങ്ങൾ മാത്രം ഉള്ളത് കൊണ്ടാണ് തോന്നുന്നു ഭയങ്കരമായിട്ട് ഇങ്ങനെ ഷെയ്ക്ക് ആവുന്നുണ്ടായിരുന്നു. ഞാനും അല്ലൂസ് ഒന്നിലായതുകൊണ്ട് അവനെയും പിടിക്കണം, ഫോണും പിടിക്കണം. ഇത് ഭയങ്കരമായിട്ട് ഞാൻ ആദ്യമായിട്ട് ഇതിൽ കയറിയിട്ട് ഇങ്ങനെ പേടിക്കുന്ന കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ചിക്കിങ്ങിൽ പോകാമെന്ന് കരുതി കുറേ ഷോപ്പിൽ നമ്മൾ കയറിയെങ്കിലും അവിടെയൊക്കെ ഇല്ലയെന്ന്, അല്ലെങ്കിൽ ഭയങ്കര തിരക്ക്. ഇവിടെ ഉണ്ട് നല്ല തിരക്ക്. പക്ഷേ ലാസ്റ്റ് ഞങ്ങൾ ഇവിടെ ഉറപ്പിച്ചു. എന്നിട്ട് കുറച്ച് നേരം കാര്യമായിട്ട് ഇരുന്നിട്ട് കിട്ടിയതാണ് ഈ സംഭവം. കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ വിശക്കുക, ഉറക്കം വരിക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് അത് കഴിക്കാതെ ഉറങ്ങിയാലൊരു ബുദ്ധിമുട്ടല്ലേ. അങ്ങനെ അല്ലൂസിന് പനിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത്രയുള്ളൂ, ബൈ.